ധീം ശിരഃ ശംഖം സന്ദദതീം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളികാം യാമസ്തൗ സ്വപിതേ ഹരൗ കമലജോ ഹന്തും മധും കൈഢഭം. അക്ഷസ്രക്പരശും ഗദേഷു കുലിശം പദ്മം ധനുഷ്കുണ്ഠികാം ദണ്ഡം ശക്തിമസിം ച ചർമ്മജലജം ഖണ്ഡാം സുരാഭാജനം ശൂലം പാശസുദർശനേ ച ദധതീം ഹസ്തൈ പ്രസന്നാനനാം സേവേ സൈരിഭമർദിനീമിഹ മഹാ ലക്ഷ്മീം സരോജസ്ഥിതാം. ഖണ്ഡാശൂലഹലാനി ശംഖമുസലേ ചക്രം ധനുസ്സായകം ഹസ്താബ്ജൈർദധതീം ഘനാന്തവിലസത് ശീതാംശുതുല്യപ്രഭാം ഗൗരീദേഹസമുദ്ഭവാം ത്രിജഗദാം ആധാരഭൂതാം മഹാ പൂർവാമത്ര സരസ്വതീമനുഭജേ ശുംഭാദിദൈത്യാർദിനീം. ഹരി ഓം നമഃചണ്ഡികായേ. ശ്രീദേവി മഹാത്മ്യം എന്ന അനുപമവും അത്ഭുതകരവും അതിസുന്ദരവും അതിശക്തവുമായ സനാതന സംസ്കൃതിയുടെ മൂല്യവത്തായ ശക്തി പ്രതിപാദ്യ വിഷയവുമായ ഒന്നിനെക്കുറിച്ച് ശ്രീദേവി മഹാത്മ്യ ജപ വിധി എന്ന ഈ സംഭാഷണ സന്ദേശം ശ്രദ്ധാലുക്കൾക്കായി നൽകുകയാണ്. ദേവി മഹാത്മ്യം എന്ന് കേട്ടിട്ടില്ലാത്തവർ വളരെ കുറവാണെങ്കിലും ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിന്റെ പ്രയോഗവിധിയും അത് എന്ന് എപ്പോൾ എന്തിന് എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചും പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ശാക്തേയ താന്ത്രിക ദേവീ സാധനാ ലോകത്തു നിന്നും വളരെയധികം പുറകിലേക്ക് പോയി നിൽക്കുന്ന മലയാളക്കരയിൽ ഇതിന്റെ ആവശ്യകത വളരെയധികമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ദേവീ സാധന തന്നെയായിരുന്നു. അതിൽ ദേവീ മഹാത്മ്യത്തിന്റെ പ്രയോഗവും ഉപാസനയും അഗ്രിമസ്ഥാനത്ത് തന്നെയായിരുന്നു. ഇന്ന് ഭാരതമൊട്ടാകെ നോക്കുമ്പോൾ കേരളം ഭാരതത്തിന്റെ ഭാഗമല്ലാതാവുന്ന പല പ്രവണതകളിലൊന്നാണ് നവരാത്രിക്കാലത്ത് ദേവീ മഹാത്മ്യം ജപിക്കാതിരിക്കുന്നത്. ഭാരതത്തിലെമ്പാടും ദക്ഷിണായന കാലത്തെത്തുന്ന നവരാത്രി എന്ന് പ്രസിദ്ധമായ 9 ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടെയും ഭക്തിയോടെയും വ്രതനിഷ്ഠയോടെയും ഉത്സവത്തിമർപ്പോടെയും ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാന ഉത്സവം ദേവീ മഹാത്മ്യ പാരായണവും അതിന്റെ സാധനയും അനുഷ്ഠാനവും ദേവീ പൂജയുമൊക്കെയാണ്. സഹ്യപർവ്വതം എന്ന വരമ്പിട്ട് കേരളം വേർതിരിഞ്ഞു കിടക്കുമ്പോൾ ഈ ഭൂഭാഗത്ത് അനേക തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ നിലവിൽ നിന്നുവരുന്നുവെങ്കിലും ജഗദ്ഗുരു ആദിശങ്കരനെ പോലെ അതിബുദ്ധിതേജോമയനായ ഗുരുവിന് ജന്മം കൊടുത്തു എന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും മലയാളം, മലയാളക്കര, കേരളം എന്നിങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ട ബുദ്ധിമാന്മാരുടെ ഈ ദേശം ഇക്കാലത്ത് ഭൗതികതയുടെ അതിപ്രസരവും അതിനാൽ തന്നെ വളരെ ബുദ്ധി കുറഞ്ഞ വികലമായ ആധ്യാത്മിക ആവിഷ്കാരങ്ങളുടെയും കൂത്തരങ്ങായി ശരിയായി ചെയ്യേണ്ട ഉപാസനകളിൽ നിന്നും വീഴ്ച വന്ന് ഒരുതരം ദൈവീക വികല്പങ്ങളുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. ഈ ദുസ്ഥിതിയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും അപേക്ഷിച്ച് ഭൗതികതയുടെയും ആത്മീയതയുടെയും രക്ഷയ്ക്കായി, അതല്ലെങ്കിൽ സ്വന്തം ദേശത്തിന്റെയും സ്വന്തം ആത്മാവിന്റെയും രക്ഷയ്ക്കായി കേരളീയരെല്ലാം തന്നെ നവരാത്രിക്കാലത്ത് ദേവീ മഹാത്മ്യ അനുഷ്ഠാനത്തിലേക്കും ജപത്തിലേക്കും പൂജയിലേക്കും തിരിച്ചു വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശക്തിഹീനമായ
ഒന്നിനും, ശക്തിയെ മാനിക്കാതെ ബുദ്ധിയെ മാത്രം ആധാരപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്ന യാതൊന്നിനും ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കുവാനാവില്ല എന്നതുപോലെ തന്നെ കേരളം അതിൻ്റെ പൊള്ളയായ ബൗദ്ധികവിലാസങ്ങൾക്കും ദുരഭിമാനങ്ങൾക്കും പാത്രമായി ഒരു ശുഷ്കിച്ച ജീവസംസ്കാരത്തിനുടമയായിത്തീരുന്ന കാലം വിദൂരമല്ല. ഞാൻ പറഞ്ഞതെന്തുകൊണ്ടെന്നാൽ ഭാരതമെമ്പാടും യാത്ര ചെയ്ത് ഓരോ തലത്തിലുള്ള ജീവസ്വഭാവങ്ങളും മനുഷ്യ ജീവിത രീതികളും കണ്ട എനിക്ക് കേരളത്തിൽ കേരളീയർ കാണിക്കുന്ന വില കുറഞ്ഞ ബൗദ്ധിക അഹന്തയെ, നിഷേധത്തിന്റെ പ്രവണതയെ ഉൾക്കൊള്ളുവാനാവുന്നില്ല എന്നുള്ളതാണ്. കാരണം നവരാത്രി പോലുള്ള സമയങ്ങളിൽ ഉത്തരഭാരതത്തിൽ എല്ലായിടത്തും തന്നെ വെറും സാധാരണക്കാർ മുതൽ വലിയ പണ്ഡിതന്മാർ വരെ ദേവീമാഹാത്മ്യമെന്ന അത്ഭുതകരമായ ആ ഗ്രന്ഥത്തിനെ നമസ്കാരം ചെയ്തുകൊണ്ട് ജന്മത്തിനെയും ജീവനെയും നിയന്ത്രിക്കുന്ന ആദിപരാശക്തിയുടെ അവദാനങ്ങളെ, ദേവീമാഹാത്മ്യത്തിന്റെ മന്ത്രബലത്തെ ആവോളം ഉൾക്കൊണ്ട് വരുന്ന ഒരു വർഷത്തിലേക്ക് ശക്തിയും തേജസ്സും സമ്പാദിക്കുവാനായി വളരെയധികം വ്രതനിഷ്ഠയോടുകൂടി, എന്തിന് 9 ദിവസം ഉറങ്ങാതെയിരിക്കുന്നവരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. വ്രതഭക്ഷണത്തോടും 700 ശ്ലോകങ്ങളുള്ള ദേവീമാഹാത്മ്യത്തിന് ഓരോ ദിവസം പാരായണം ചെയ്തും, ഓരോ ദിവസവും പാരായണവും ഓരോ ദിവസവും ഹോമവും ചെയ്തു, അതല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ചണ്ഡീഹോമം അല്ലെ ചണ്ഡീയാഗം എന്നുള്ള രീതിയിലും ചെയ്തുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ വളരെ മനോഹരമായ ബിംബങ്ങളെ ഉണ്ടാക്കി സമുദ്രത്തിൽ നിമജ്ജനം ചെയ്ത് ദുർഗാപൂജയായും, എന്തിന് കുടില് തൊട്ട് കൊട്ടാരം വരെ ദേവീ ചൈതന്യം സമഗ്രമായി കളിയാടുമ്പോൾ കേരളത്തിൽ കാണുന്നത് എന്താണ്? ഓരോ സന്ധ്യകളും അല്ലെങ്കിൽ ഓരോ രാത്രികളും പലതരത്തിൽ പ്രസിദ്ധരായവരുടെ സംഗീത നൃത്ത പരിപാടികളാണ്. അഥവാ കാലത്തിന്റെ ദംഷ്ട്രകൾ എന്നറിയപ്പെടുന്ന ദക്ഷിണായനത്തിന്റെ ആദ്യ പകുതി എല്ലാ തരത്തിലും ഉണ്ടാകുന്ന പാപങ്ങളുടെ വിളഭൂമിയും മലിനങ്ങളായ അജ്ഞാത ശക്തികളുടെയും പ്രേത ഭൂത പൈശാചിക പ്രേരണകളുടെ സമയമായിരിക്കുന്ന ആ സന്ദർഭത്തിൽ എന്തുകൊണ്ടും ശാരീരികമായ അദമ്യമായ ഊർജം നേടേണ്ട ആ സന്ദർഭത്തിൽ ശ്രവണസുഖത്തിന് വിധേയരായി ആ നവരാത്രി കാലങ്ങളുടെ ആ ശക്തിയെ, ആ അവസരത്തെ നഷ്ടപ്പെടുത്തുകയാണ്. ഒരു വർഷക്കാലം സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പാപങ്ങളാവുന്ന അഴുക്കുകളെ ബലപൂർവം കളയാനുള്ള ഈ അവസരത്തെ മലയാളികൾ ഒരു തരത്തിലും സ്വീകരിക്കുന്നില്ല. മറിച്ച് നവരാത്രിക്ക് ശ്രവണ നയന ആസ്വാദ്യതയെ കൂടുതൽ വളർത്തുകയാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, നവരാത്രി എന്ന് പറയുന്ന കാലത്തിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിന്റെ മൂലം. അതുകൂടാതെ നവരാത്രിയുടെ ദേവീസങ്കല്പത്തിനെ തെറ്റിദ്ധരിച്ചതുമാണ് ഇതിന് കാരണം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന 3 രൂപത്തിൽ ഭഗവതിയുടെ പ്രാകട്യമുണ്ടാകുന്ന സമയമാണ് നവരാത്രി എന്ന് കേട്ട് ഇതിലെ മഹാസരസ്വതിയും ബ്രഹ്മസദസ്സിലെ സരസ്വതി ദേവിയും ഒന്നാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ സംഗീത നൃത്താദി അഭ്യാസങ്ങൾ സായന്തനങ്ങളിൽ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും അരങ്ങേറും. സത്യം പറയട്ടെ, മനുഷ്യന് മാത്രമേ ഇതിൽ പ്രീതിയുള്ളൂ. അതിലെ ദേവീതത്വങ്ങൾക്ക് യാതൊരു തരം പ്രീതിയും നവരാത്രി സമയങ്ങളിലില്ല. കാരണം നവരാത്രി സമയത്ത് ദുർഗയുടെ ഭാവം ഉഗ്രഭാവമാണ്. യുദ്ധക്കളത്തിന് നടുവിൽ ശൃംഗാരരസത്തിന് പ്രാധാന്യമുണ്ടോ? ശൃംഗാരം രസരാജനാണെന്ന് പറയുന്നുവെങ്കിലും അതുപോലെ തന്നെ കാലത്തിന്റെ ചില പ്രത്യേക തരംഗങ്ങൾ ദോഷശക്തികളെ വഹിക്കുന്ന ആ സമയത്ത് ദുഷ്ടതയോട് രുഷ്ടയായിരിക്കുന്ന ഭഗവതി, ആ ഭഗവതിയുടെ മുമ്പിൽ ആട്ടവും പാട്ടും ചെയ്യുന്ന ഒരു സമൂഹം ധൂർത്തന്മാരുടെ സമൂഹമായിട്ടേ അമ്മയ്ക്ക് തോന്നുകയുള്ളൂ എന്ന് സത്യമാണ്. കാരണം എപ്പോഴും തങ്ങൾ ബുദ്ധിശാലികളാണ് എന്നൊരു മുൻവിധി വെച്ചുകൊണ്ട് മാറി സഞ്ചരിക്കുക, വൈകൃതം കാണിക്കുക എന്ന ഒരു അഹങ്കാര ലക്ഷണം മലയാളിയുടെ സിരയിലൂടെ ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം ജന്മഭൂമി വിട്ട് ഏതു മളയച്ഛന്റെയും പാദസേവ ചെയ്തിട്ട് ഗതികെട്ട് നരകത്തിനേക്കാളും താഴെ വൈകൃതമായ വികാര ലോലുപതയിൽ ജീവിക്കേണ്ട ഗതികേട് മലയാളിക്കെന്നും ഉണ്ടാകും. എന്നാൽ തിരികെ ഓരോ നിമിഷവും നവരാത്രിയുടെ ഓരോ ദിവസവും ശ്രീദേവി മഹാത്മ്യത്തിനെ ജപിച്ചുകൊണ്ട് ശുദ്ധ വൃത്തികളായി മനസ്സിനെ എല്ലാത്തരം വൈകൃതങ്ങളിൽ നിന്നും മുക്തമാക്കി ജാഗരൂകമാക്കി ശക്തിയുടെ പ്രാധാന്യത, ശക്തിസ്വരൂപിണിയായ ദുർഗയുടെ പ്രാധാന്യത, ഈ ശക്തിസ്വരൂപത്തിന്റെ ആരാധനയിലൂടെ മാത്രമേ വൈകൃത ശക്തികൾക്ക് മുകളിൽ തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനാകൂ എന്ന ബോധമുണ്ടാകുവാൻ നവരാത്രിക്കാലത്ത് എങ്കിലും ദേവീ മഹാത്മ്യം ശക്തമായി തിരിച്ചു വരേണ്ടതുണ്ട്. ആ തിരിച്ചുവരവിന്റെ പ്രാർത്ഥനയായി ഈ കേരള
കരയിൽ പ്രാചീനരായ സിദ്ധ യോഗിമാരും മുനിവൃന്ദവും മാന്ത്രിക താന്ത്രിക സാധകരും ഒക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ചിരുന്ന ആ അനുഷ്ഠാനങ്ങളുടെ ബലമാണ് ഇന്നും കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് നേടിക്കൊടുത്തത് എന്നുള്ളത് വിസ്മരിക്കാതിരിക്കുമോ? പൂർവികർ സമ്പാദിച്ച ധനം ഉപയോഗിച്ച് ധൂർത്തടിച്ച് കളയുന്ന തലമുറയെപ്പോലെ ഈ മണ്ണിന്റെ പുണ്യം ധൂർത്തടിച്ച് കളഞ്ഞതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ഇവിടെ വളരെയധികം വിളയുന്ന മതമൗലികവാദങ്ങളും മതം മാറ്റവും. എന്തിന് മ്ലേച്ഛ മതങ്ങൾ ഭാരതത്തിൽ തന്നെ എത്തിയത് കേരളത്തിലൂടെയാണ്. ഇവയൊക്കെ ഈ ഭൂമിയുടെ പുണ്യം നശിക്കുന്നു, പാപം വർദ്ധിക്കുന്നു. പത്രവാർത്തകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ അല്ല പൈശാചികമായ പിശാചിന്റെ സ്വന്തം ഭൂമി പോലെ ആയിരിക്കും. അന്തരീക്ഷങ്ങളിലെല്ലാം സൂക്ഷ്മരൂപികളായ പ്രേതങ്ങൾ അലറിക്കുതിക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, ഭീഷണികൾ വർദ്ധിക്കുന്നു. ഓരോ പുരുഷന്റെയും മനസ്സ് കാമാദി വിഷയങ്ങളിൽ മലീമസമായി സഞ്ചരിക്കുന്നു. അതിനാൽ അവൻ വളരെ വികൃതമായ ദുഷിച്ച കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. ഇവിടെയെല്ലാം ഒരു ദേവീ സാധകൻ അന്തരീക്ഷത്തിൽ ചൂളം കുത്തിമറിയുന്ന പിശാചുക്കളെ ധാരാളം കാണാം. അവയുടെ ആക്രോശങ്ങൾ കേൾക്കാം. ഓരോ ശരീരങ്ങളിലും ആരൂഢം ചെയ്ത് പൈശാചിക സ്വരൂപങ്ങൾ മനുഷ്യനെ വികലമായ കർമ്മങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണാം. എവിടെയാണോ പെട്ടെന്ന് ദേവീ മഹാത്മ്യത്തിന്റെയും ചണ്ഡിക എന്ന പദത്തിന്റെയും ആവിർഭാവം ഉണ്ടാകുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന അമിട്ടുകുറ്റികൾക്ക് മുമ്പിൽ വിളറിപ്പോകുന്ന ബാലന്മാരെ പോലെ പിശാചുക്കൾ നടുങ്ങിത്തെറിക്കുന്നതും കാണാം. അങ്ങനെ ഓരോരുത്തരും അറിയാതെ അവരുടെ പിന്നാലെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലും പുറത്തും ആരൂഢം ചെയ്തിരിക്കുന്ന ഭൂത പ്രേത പിശാചാദി സമസ്ത ശക്തികളെ തുരത്തി ഓടിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് ഭൗതികമായാലും ആത്മീയമായാലും ഒരു ഗതി മനുഷ്യനുണ്ടാവുകയുള്ളൂ, പ്രത്യേകിച്ചും മലയാളികൾക്ക്. അതിനായിക്കൊണ്ട് അവർ ഈ നവരാത്രി കാലത്തെങ്കിലും ഓരോ ഭവനത്തിലും അവരവരുടെ പൂജാമുറിയിലോ പൊതുവായ സ്ഥലത്തോ ക്ഷേത്രങ്ങളിലോ ചെന്നിരുന്ന് വിധിപ്രകാരം വളരെ ഹ്രസ്വമായ രീതിയിലെങ്കിലും ഈ ദിവ്യമായ പുസ്തകത്തെ ഒന്നനുസ്മരണം ചെയ്യൂ. അതിനായി ദേവീ മഹാത്മ്യ ജപവിധി എന്ന ഈ നിർദ്ദേശത്തെ മുന്നോട്ട് വയ്ക്കുന്നു. സ്വീകരിച്ചാൽ